ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ജസ് ക്രിയേറ്റീവ് വേൾഡ്. ഇന്നത്തെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റൈസ് ഡിഷാണ്. ഇതിന് മലബാർ സൈഡിലെ ബിരിഞ്ചി ചോറ്, മഞ്ഞച്ചോറ് എന്നൊക്കെ പറയും. ഇതിൻ്റെ ഒരു പ്രത്യേകത, ഞാനിവിടെ കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. നമ്മൾക്ക് ഒരു വിസിൽ വരുമ്പോഴത്തേക്കും റൈസ് റെഡി ആയിട്ടുണ്ടായിരിക്കും. ഇടയ്ക്കിടയ്ക്ക് നമ്മളിത് വെള്ളം വറ്റിയോ വെന്തോ എന്നൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ഈസി ആയിട്ടുള്ള മെത്തേഡാണ് ഇവിടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത്. അതിനായിട്ട് ഞാനിവിടെ മട്ട റൈസാണ് എടുത്തിട്ടുള്ളത്. ബാസ്മതി റൈസ്, ജീരകശാല റൈസ് ഇതൊന്നും ഇതുണ്ടാക്കാൻ എടുക്കരുത്, അതത്രയും ശരിയാവത്തില്ല. ഞാനിവിടെ ഒരു ഗ്ലാസ്സിനകത്താണ് അരി എടുത്തിട്ടുള്ളത്. ഇതേപോലത്തെ ഗ്ലാസ്സിൽ 2 ഗ്ലാസ് അരി എടുക്കുന്നുണ്ട്. നമ്മൾ എത്ര ഗ്ലാസ് അരി എടുക്കുന്നുണ്ടോ അതിൻ്റെ ഡബിളായിട്ട് നമ്മൾക്ക് വെള്ളം ഒഴിക്കണം. ഇനി നമ്മൾക്ക് ഇതിനകത്തോട്ട് വേണ്ടത് ചെറിയ ഉള്ളിയാണ്. ഞാനിവിടെ ഏകദേശം 13 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. കുറച്ച് വലിയ ചെറിയ ഉള്ളിയാണിത്. അത് ഇതേപോലെ അരിഞ്ഞു കൊടുത്തിട്ടുണ്ട്. സവാള എടുക്കുന്നതിനേക്കാളും ചെറിയ ഉള്ളി എടുക്കുമ്പോഴാണ് ഇത് നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടുക. പിന്നെ വേണ്ടത് കറിവേപ്പില, 1 ടീസ്പൂൺ പെരിഞ്ജീരകം, 3 ഗ്രാമ്പു എടുത്തിട്ടുണ്ട്, 1 കഷ്ണം പട്ട, 1/4 ടീസ്പൂൺ ഉലുവ എടുത്തിട്ടുണ്ട്, പിന്നെ 3 ഏലക്ക, 1 ടീസ്പൂൺ കുരുമുളക്. ഇത്രയുമാണ് എടുത്തിട്ടുള്ളത്. ഈ സ്പൈസസ് നമ്മൾ പൊടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമ്മളിത് അങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. ഇതും കൂടി ഇട്ട് കൊടുക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ആയിരിക്കും ഈ ചോറിന്. അരി ആദ്യമേ തന്നെ നല്ലപോലെ കഴുകിയതിന് ശേഷം കുറച്ച് നേരം ഒന്ന് ഞാൻ വെള്ളത്തിലിട്ട് വയ്ക്കുന്നുണ്ട്. 1 മണിക്കൂറൊക്കെ കുതിർത്ത് കഴിഞ്ഞാൽ നല്ലതായിരിക്കും, നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടും. ഇനി നമ്മൾക്ക് ഇതിനകത്തോട്ട് വേണ്ടത് തേങ്ങാപ്പാലാണ്. അതിനായിട്ട് ഞാനിവിടെ 1.5 കപ്പ് തേങ്ങ ചിരവിതെടുത്തിട്ടുണ്ട്. ഇനി ഇത് മിക്സിയുടെ ഒരു ചെറിയ ജാറിനകത്ത് ഇട്ട് കൊടുത്ത് തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കണം. അതിനായിട്ട് 1 ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മൾക്കിത് 1-ാം പാലും 2-ാം പാലും എല്ലാം കൂടെ ചേർത്ത് 4 ഗ്ലാസ് തേങ്ങാപ്പാലാണ് വേണ്ടത്. നമ്മൾ അരി എടുത്ത അതേ ഗ്ലാസ്സിൽ തന്നെ 4 ഗ്ലാസ് തേങ്ങാപ്പാലാണ് വേണ്ടത്. അപ്പം ഞാനിവിടെ തേങ്ങാപ്പാൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾക്കൊരു കുക്കർ അടുപ്പത്തോട്ട് വയ്ക്കാം. നമ്മളിത് കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. കുക്കറിനകത്തോട്ട് 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ റെസിപ്പി ഉണ്ടാക്കുമ്പം എപ്പോഴും നമ്മൾ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നതാണ് ടേസ്റ്റ് ഉണ്ടായിരിക്കുക. നെയ്യും ഓയിലൊന്നും യൂസ് ചെയ്യരുത്, അതിനേക്കാളും ടേസ്റ്റ് വെളിച്ചെണ്ണയാണ്. അപ്പം ഇനി അതിനകത്തോട്ട് നമ്മൾ അരിഞ്ഞു വെച്ച ചെറിയ ഉള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്. ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇതൊരുപാട് ബ്രൗൺ കളറൊന്നും ആകേണ്ട ആവശ്യമില്ല. ഇനി നമ്മൾ ഇട്ട് കൊടുക്കാൻ പോകുന്നത് ഉലുവയാണ്. 1/4 ടീസ്പൂൺ ഉലുവയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതും കൂടി ഇട്ട് കൊടുത്ത് ഒന്നും കൂടി ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി നമ്മൾ നേരത്തെ എടുത്തു വെച്ച സ്പൈസസ് ആണ് ഇട്ട് കൊടുക്കുന്നത്. എല്ലാം കൂടെ ഒരുമിച്ച് അങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ ഒന്നും കൂടി ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി ഇട്ട് കൊടുക്കുന്നത് കറിവേപ്പിലയാണ്. 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് എല്ലാം കൂടെ നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഈ സമയത്തൊക്കെ തീ നല്ലപോലെ ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി, ഒരുപാട് കൂട്ടി വെക്കേണ്ട ആവശ്യമില്ല. ഇനി നമ്മൾക്ക് ഇതിനകത്തോട്ട് തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുക്കാനുള്ളത്. നമ്മൾ അരിയെടുത്ത അതേ ഗ്ലാസ്സിൽ തേങ്ങാപ്പാൽ ഞാനിവിടെ അളന്ന് വെച്ചിട്ടുണ്ട്. 4 ഗ്ലാസ് തേങ്ങാപ്പാലാണ് എടുത്തിട്ടുള്ളത്. 1-ാം പാലും 2-ാം പാലും എല്ലാം കൂടെ ചേർത്ത് 4 ഗ്ലാസ് തേങ്ങാപ്പാൽ. അത് നേരെ നമ്മൾക്ക് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. തേങ്ങാപ്പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ ഇതൊന്ന് തീ കൂട്ടി വയ്ക്കാം. നമ്മൾക്കിതൊന്ന് തിളപ്പിക്കണം. തിളച്ചിട്ട് വേണം അരി ഇട്ട് കൊടുക്കാനായിട്ട്. ഈ സമയത്ത് തന്നെ ഇതിനകത്തോട്ട് വേണ്ട ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഉപ്പ് കുറച്ച് കൂടുതൽ വേണം ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോഴായിരിക്കും നമ്മൾക്ക് അരിയും കൂടി ഇട്ട് വേവിക്കുമ്പം കറക്റ്റ് പാകത്തിന് കിട്ടുക. ഇപ്പം തേങ്ങാപ്പാലൊക്കെ നല്ലപോലെ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിനകത്തോട്ട് നേരത്തെ നമ്മൾ വെള്ളത്തിലിട്ട് വെച്ച അരി ഇട്ട് കൊടുക്കാം. ഇനി ഇത് വേവ് കൂടുതലുള്ള അരിയാണെങ്കിൽ 1 ഗ്ലാസ് അരിക്ക് 2.5 ഗ്ലാസ് തേങ്ങാപ്പാൽ വേണ്ടി വരും. ഞാനിവിടെ എടുത്ത അരിക്ക് 1 ഗ്ലാസ്സിന് 2 ഗ്ലാസ് കറക്റ്റായിരുന്നു. അതുകൊണ്ടാണ് ഞാനിവിടെ 4 ഗ്ലാസ് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നമ്മൾ തേങ്ങാപ്പാലിന് വേണ്ടിയിട്ട് തേങ്ങ എടുക്കുമ്പം 1.5 കപ്പ് തേങ്ങ തന്നെ എടുത്താൽ മതി. കൂടുതൽ എടുത്തു കഴിഞ്ഞാൽ തേങ്ങാപ്പാലിൻ്റെ ഭയങ്കര ചൊവയായിരിക്കും വരുന്നത്. അപ്പം അത്രയും ടേസ്റ്റ് ഉണ്ടായിരിക്കത്തില്ല. അതുകൊണ്ട് 1.5 കപ്പ് തേങ്ങ മാത്രം എടുത്താൽ മതി. ഇനി ഇത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഈ സമയത്ത് ഉപ്പ് ഒന്നുകൂടെ നോക്കുക. ഉപ്പ് എപ്പോഴും കുറച്ച് കൂടുതൽ വേണം ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോഴായിരിക്കും ഇത് വെന്ത് വരുമ്പോൾ കറക്റ്റ് പാകമായിട്ട് കിട്ടുക. ഇനി കുക്കർ അടച്ചു വെച്ചതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ 1 വിസിൽ വരുന്നവരെ വേവിച്ചാൽ മതി. 1 വിസിൽ വരുമ്പോഴത്തേക്കും അരി വെന്ത് കാണും. ഇപ്പം കുക്കർ അടച്ചു വെച്ച് 1 വിസിൽ വന്നു. ഞാനിവിടെ ഓഫ് ചെയ്ത് വെച്ചിട്ട് കുറച്ച് നേരം ആയിട്ടുണ്ട്. ഇതിൻ്റെ സ്റ്റീം എല്ലാം പോയിട്ടുണ്ട്. നമ്മൾക്ക് കുക്കർ ഒന്ന് തുറന്നു നോക്കാം. അരിയെല്ലാം കറക്റ്റ് പാകമായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അടി പിടിച്ചിട്ടൊന്നുമില്ല, വെള്ളവും വറ്റിയിട്ടുണ്ട്. നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളവും കറക്റ്റായിരുന്നു. വളരെ ഈസി ആയിട്ട് നമ്മൾക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണിത്. ചൂടോടെ കഴിക്കുകയാണെങ്കിൽ ഇതിൻ്റെ കൂടെ തൈര് മാത്രം ഉണ്ടെങ്കിൽ നമ്മൾക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അല്ലെങ്കിൽ ബീഫ് കറിയോ ചിക്കൻ കറിയോ ഏത് വേണമെങ്കിലും ഉണ്ടാക്കാം. അതാണ് ഇതിൻ്റെ കോമ്പിനേഷൻ. ഞാനിവിടെ കുക്കറിൻ്റെ അടിഭാഗവും കൂടെ കാണിക്കുന്നുണ്ട്. ഇത് തീരെ അടുക്കി പിടിച്ചിട്ടൊന്നുമില്ല, കറക്റ്റ് പാകമായിട്ടാണ് നമ്മൾക്ക് കിട്ടിയിട്ടുള്ളത്. വെള്ളം ഒഴിക്കുന്നത് മാത്രം ശ്രദ്ധിക്കണം. കറക്റ്റ് പാകത്തിനുള്ള വെള്ളം വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്.
അത് ഒരു പ്രാവശ്യം അരി വേവിക്കുമ്പോൾ മനസ്സിലാകും നമ്മളെടുക്കുന്ന അരിക്ക് എത്ര വെള്ളം വേണമെന്നുള്ളത്. അപ്പം എല്ലാവർക്കും ഇന്നത്തെ സിമ്പിൾ റെസിപ്പി ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. അതിൻ്റെ സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടെ ക്ലിക്ക് ചെയ്യുക. അപ്പം നെക്സ്റ്റ് ടൈം ഞാൻ വീഡിയോ ഇടുമ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. ഇതുണ്ടാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്സ് എല്ലാം കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത്. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്